പിന്നല്ലാതെ 100% കിട്ടും എന്നാണ് അവർ പറയണത്. അതായത് അവരുടെ വെബ്സൈറ്റിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്ത് ആക്റ്റീവ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ 13 ദിവസം അവർ ആക്റ്റീവ് ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആ ഹെൽത്ത് ആപ്പിൽ റെക്കോർഡ് ആവുകയാണെങ്കിൽ 100% കിട്ടുമെന്നാണ് അവരുടെ ഫസ്റ്റ് പേജിൽ, ലാൻഡിംഗ് പേജിൽ അവർ പറയുന്നത്. പക്ഷെ അവരുടെ സെക്കൻഡ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗെറ്റ് അപ് ടു 30% എന്നും പറയുന്നുണ്ട്. സോ 100% നമുക്ക് തിരിച്ചു തരില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരിക്കലും അവരുടെ 100% പ്രീമിയം നമുക്ക് തിരിച്ചു തന്നുകൊണ്ട് നമ്മളെ നന്നാക്കാൻ വേണ്ടി ആരെങ്കിലും ഇരിക്കുക പോയി. അപ്പൊ അങ്ങനൊന്നും സംഭവിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്നാലും എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് ആ 30% നമുക്ക് തിരിച്ചു തരുന്നതിലൂടെ. നമ്മളെ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, നല്ല രീതിയിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുന്ന, അതുപോലെ തന്നെ സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാത്ത, ഒരുപാട് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ പ്രീമിയംസ് അടച്ചുകൊണ്ട് ഇതുവരെ ലൈഫിൽ ഉപയോഗിക്കാത്ത ആളുകൾ പോലും ഉണ്ട്. അപ്പൊ അവരൊക്കെ ചിന്തിച്ചു തുടങ്ങണ എന്തിനാ? അവർക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചൂടെ, ഞങ്ങളൊക്കെ എത്രയോ നാളായി ഇങ്ങനെ പ്രീമിയം കൊടുക്കുന്നത്, ഒരു ഉപയോഗം നമുക്കില്ല, നമുക്കിത് എന്തിനാ നിർത്തിക്കൂടെ? പക്ഷെ അവർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഒരു ഫൈനാൻഷ്യൽ ഹെൽത്ത്നെസ് ആണ് അവർ ശരിക്കും നോക്കുന്നത്. അല്ലാതെ സ്വയം ഹെൽത്തി നോക്കാനായിട്ട് നമ്മൾ എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 മാക്സ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് പ്ലാൻ ആണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത്. ഇതിലൊരിക്കലും നിങ്ങൾക്ക് എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മിസ്ലീഡിങ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻസ് ഒന്നും പറയില്ല. നമ്മൾ ഏകദേശം 55 പേജുള്ള പോളിസി വേർഡിങ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് വായിച്ചിട്ട് ആ വായിച്ചതിൽ നിന്ന് കിട്ടിയ എക്സാക്ട് എക്സ്ട്രാക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങളുടെ മുന്നിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത പല ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇനി എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കവും ഇല്ലാതെ പല രീതിയിലും മനസ്സിലാക്കാൻ കഴിയും. സോ ലെറ്റ്സ് വെൽക്കം ടു ദിസ് വീഡിയോ. ദിസ് ഈസ് ഹിഷാം കപ്പൽ, യുവർ ഫിനാൻഷ്യൽ ബ്രദർ. ഇതിൽ സെക്ഷൻ സി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് കവേർഡ് അണ്ടർ ദി പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്ലീസ് റെഫർ അപ്പൻഡിക്സ് എ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൻഡിക്സ് എയിലോട്ട് പോകണം. ഇപ്പൊ ലാസ്റ്റ് ആണ് അപ്പൻഡിക്സ് എ ഉണ്ടാവുക, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അതിലേക്ക് പോകണ്ട. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാം. വെയിറ്റിംഗ് പീരീഡ് ആൻഡ് പെർമനന്റ് എക്സ്ക്ലൂഷൻ. ഇതാണ് ഒരു പോളിസിയിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെർമനന്റ് എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഈ അടുത്ത സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടോ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ മകനായിട്ട് അഡ്മിറ്റ് ആയി. അപ്പോൾ പുള്ളിക്കാരൻ രണ്ടാമത്തെ പ്രാവശ്യം അഡ്മിറ്റ് ആണ്. മകന് ഇപ്പൊ എന്തുകൊണ്ടോ അവര് റിജക്ട് ചെയ്തു, ക്ലെയിം റിജക്ട്. സോ ഓക്കെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ പുള്ളിക്കാരന് വന്നിട്ടുള്ള മെയിലൊക്കെ എടുത്ത് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് കാരണം എന്ന് നോക്കിയപ്പോൾ അവരതിൽ കാണിച്ചിട്ടുള്ളത് ദാറ്റ് ഇസ് എ പെർമനന്റ് എക്സ്ക്ലൂഷൻ എന്നാണ്. അതായത് അവരുടെ പോളിസി വേർഡിങ്ങിൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പെർമനന്റ് എക്സ്ക്ലൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ആ പെർമനന്റ് എക്സ്ക്ലൂഷൻ എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, നമുക്ക് റീസൺ മനസ്സിലായി പെർമനന്റ് എക്സ്ക്ലൂഷൻ ആണെന്ന്. പക്ഷെ ആ പെർമനന്റ് എക്സ്ക്ലൂഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അത് എന്ത് ചെയ്തു, അവർ ഒന്നുകൂടി വായിച്ചു നോക്കി അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പൊ ആ പെർമനന്റ് എക്സ്ക്ലൂഷനിലെ പേപ്പർ എടുത്ത് ഞാൻ ആ ഒരു കമ്പനിയുടെ ഡോക്യുമെന്റ് എടുത്ത് വായിച്ചപ്പോൾ അതിൽ കാണുന്നുണ്ട് ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് കടന്നിട്ടുണ്ടോ, ന്യൂമോണിയ ആയിട്ടുണ്ടോ എന്നൊരു സംശയം ഡോക്ടർക്ക് ഉണ്ടായിരുന്നു. സോ ഡോക്ടർ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. പക്ഷെ ഡോക്ടർക്ക് മനസ്സിലായി അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല, അതുകൊണ്ട് അത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് ഒരു തുക, ഒരു 20,000 അബവ് ഒരു തുക കസ്റ്റമറിന് വന്നിട്ട് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതുകൊണ്ട് അവർ പ്രീ ഡിറ്റർമിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൺഫേമേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന കേസുകളിൽ അത് കൺഫേം ചെയ്ത് ആ അസുഖമാണ് എന്ന് മനസ്സിലായാൽ, അല്ല ആ അസുഖമാണ് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ അതിന് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. അല്ല അത് കൺഫേം ചെയ്യാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്തു, പക്ഷെ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു പനിയായിരുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തുമ്മലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് മെഡിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്താൽ എന്താണ്, ഇൻഷുറൻസ് കമ്പനിക്ക് അത് റിജക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഡ്സ് ഇവിടെ പെർമനന്റ് എക്സ്ക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പെർമനന്റ് എക്സ്ക്ലൂഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇതുപോലെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പെർമനന്റ് എക്സ്ക്ലൂഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലാത്തിലേക്കും ഗോ ത്രൂ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒരു ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെയുള്ളതാണ് വെയിറ്റിംഗ് പീരീഡ്സ് എന്ന് പറയുന്നത്. വെയിറ്റിംഗ് പീരീഡ് എന്താണ്? നമുക്കൊരു പെർട്ടിക്കുലർ അസുഖങ്ങൾക്ക്, കുറച്ച് അസുഖങ്ങൾക്ക് 2 വർഷം, ചില അസുഖങ്ങൾക്ക് 1 വർഷം, ചില അസുഖങ്ങൾക്ക് 30 മിനിറ്റ്സ് എന്നൊക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഇത് ആർക്കും ഇതൊന്നും അറിയില്ല. നമ്മൾ എന്ത് അസുഖം വന്നാലും നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പോകും. ആദ്യം ഇൻഷുറൻസ് എടുത്താൽ 2 വർഷത്തെ അനുഭവമായിരിക്കും ഇത്.
അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, എല്ലാം കവർ ചെയ്ത് പോകും. പക്ഷെ നമുക്ക് ആദ്യത്തെ ഈ 2 വർഷത്തെ അനുഭവം കൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഇതൊരു ബാഡ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. അതായത് ഇൻഷുറൻസ് എടുത്തിട്ട് എനിക്കൊരു ഗുണം ഉണ്ടായില്ല, ഞാൻ ഇങ്ങനെ ഒരു അസുഖത്തിന് പോയപ്പോൾ എനിക്ക് കിട്ടില്ല. പക്ഷെ അവർ ആദ്യമേ പ്രീഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു അസുഖത്തിന്. ഫോർ എക്സാമ്പിൾ കാറ്ററാക്ട് എന്ന് പറയുന്ന സർജറി ആണെങ്കിൽ ആ സർജറിക്ക് 24 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഈ വെയിറ്റിംഗ് പീരീഡിന് മുന്നേ ആണ് നമുക്ക് കാറ്ററാക്ടിന് പോയത് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ സർജറി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇൻഷുറൻസ് കാർഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇൻഷുറൻസ് കൊടുത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഇൻഷുറൻസിനെ ബ്ലെയിം ചെയ്യുന്നത് കാര്യമില്ല, നമ്മളുടെ അറിവില്ലായ്മയെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. സോ അങ്ങനെ 24 months വെയിറ്റിംഗ് പീരീഡ്, അതേപോലെ തന്നെ 30 days വെയിറ്റിംഗ് പീരീഡ്, അതുപോലെ തന്നെയാണ് 3 years വെയിറ്റിംഗ് പീരീഡ്. അത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനാണ് 3 years ആണ് വെയിറ്റിംഗ് പീരീഡ്. അതായത് 24 months അതിന് കൂടുതലായിട്ട് വെയിറ്റിംഗ് പീരീഡ് വരുന്നതാണ് അർത്ഥം. സോ അതാണ് വെയിറ്റിംഗ് പീരീഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൽ തന്നെ ഇനി ഒരുപാട് ട്രീറ്റ്മെന്റ്സ് പെർമനന്റ് എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒബസിറ്റി എന്ന് പറയുന്നത് പെർമനന്റ് എക്സ്ക്ലൂഷൻ ആണ്. ചേഞ്ച് ഓഫ് ജെൻഡർ അത് പെർമനന്റ് എക്സ്ക്ലൂഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ഹസാർഡസ് സ്പോർട്സ് ഒക്കെ ചെയ്തു, ഫോർ എക്സാമ്പിൾ ബഗി ജമ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ അതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പൊ ഹസാർഡസ് സ്പോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോളിസി വേർഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളുടെ ഈ പറഞ്ഞ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മളുടെ ചിന്താഗതികളൊക്കെ മാറ്റാൻ പറ്റും. നമുക്ക് ഇത് കിട്ടില്ല എന്നുള്ള ആ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. കിട്ടുന്ന കേസസ് ഒരുപാടുണ്ട് എന്നുള്ളത് ഇത് നിരന്തരം ഉപയോഗിച്ച് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഞാൻ അവരോടായിട്ട് ഒരു കാര്യം പറയാം. നിരന്തരം ഇപ്പൊ ഒരു 5 വർഷമായിട്ടൊക്കെ ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ അവർ നാഷണൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ കെയർ ഇൻഷുറൻസോ അത്ര പ്രീമിയം അല്ലാത്ത കുറച്ച് പ്രീമിയത്തിന് ഇൻഷുറൻസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അതിലുണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ കുറെ ആളുകൾ പോർട്ട് ചെയ്യാൻ പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പോർട്ട് ചെയ്യുന്നതിലൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുവരെയുള്ള പോളിസി ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് ചിലപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് അവിടെ കിട്ടിയിരുന്ന നമുക്കൊരു പ്രിവിലേജ് ഉണ്ടല്ലോ, 2 years വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത്. നമ്മൾ നാഷണൽ ഇൻഷുറൻസിന്റെ ആൾ ടാറ്റയിലേക്ക് വന്നു എഴുതിക്കുക. ടാറ്റയിലുള്ള ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ്സും ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി ഇയാൾ ഇതിലേക്ക് വന്നത്. പക്ഷെ 2 years കഴിഞ്ഞ് കഴിഞ്ഞാലേ ഈ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ പോർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്ത് മാത്രം പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് മതിയാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നാഷണൽ ഇൻഷുറൻസ് പോരാ, അല്ലെങ്കിൽ എക്സ് ഇൻഷുറൻസ് പോരാ എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പുതിയൊരു ഇപ്പൊ നിങ്ങൾക്ക് ഒരു മകൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മകള് ഒരു പുതിയൊരാളെ ഇൻഷുറൻസിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, ഹസ്ബൻഡിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു, ആൾക്ക് ഒരു പുതിയ ഇൻഷുറൻസ് ആണല്ലോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞ വൈഫിന് പുതിയൊരു ഇൻഷുറൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക, ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കമ്പനിയെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും അടുത്ത കമ്പനീനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇനി ആ കമ്പനി നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ മക്കളെ ആ ഒരു ഇൻഷുറൻസിലേക്ക് ആഡ് ചെയ്യാം. ഇനി 2 ഇൻഷുറൻസ് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ഇൻഷുറൻസ് ട്രൈ ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു കാര്യമാണ്. കാരണം ഒരേ ഒരു ഇൻഷുറൻസിന്റെയും ഒരേ ഒരു കമ്പനിയുടെയും പിറകെ പോവാതെ മൾട്ടിപ്പിൾ കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്, അവർ തരുന്ന സർവീസസ് ഒക്കെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഈ ഫീൽഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോടൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് സൂപ്പർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അവര് ഇതില് പറഞ്ഞിട്ടില്ല. സൂപ്പർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ സാധാ പോളിസിയിലൊക്കെ ഉള്ള റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷെ സൂപ്പർ ക്രെഡിറ്റ് 100% തൊട്ടിട്ട് 500% വരെ കൊടുക്കുന്ന ഒരു സംഭവം. അതായത് 500% വരെ നമ്മൾ ബേസ് സം ഇൻഷുർഡിൽ നിന്ന് കൂടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂപ്പർ ലോഡ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കേസാണ്. അതായത് നമുക്കിപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വന്നു, നമ്മളെ എല്ലാവിധ സൂപ്പർ ക്രെഡിറ്റും അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള സം ഇൻഷുർഡ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ആ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 100% നമ്മുടെ സം ഇൻഷുർഡ് എത്രയായിരുന്നു അതിന്റെ 100% നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. സോ നമുക്ക് ബില്ല് ഇപ്പോൾ ഒരു വലിയൊരു എമൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ വെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും രസകരമായിട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സ്. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻപേഷ്യൻ ട്രീറ്റ്മെന്റ് ആയി കിടക്കുമ്പോഴുള്ള കൺസ്യൂമബിൾസ്, അതുപോലെ തന്നെ ഡൊമിസിലറി ട്രീറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന നമ്മുടെ MRI പോലുള്ള സ്കാനുകൾ, അതുപോലെ തന്നെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയാം.
ആൻഡ് ഒരു ഹെൽത്ത് ചെക്കപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിലൊക്കെ അവർ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം ബെറ്റർ ആണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ഉള്ള പ്രീമിയം ഫെസിലിറ്റീസ് എല്ലാം ഇതിലുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 6100 സംതിങ്ങിലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. സോ ഒരു ബേസ് ഒരു നല്ല പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാവുന്നതാണ്. ഒരു 18 വയസ്സുള്ള ആളുകൾക്ക് വരുന്ന എമൗണ്ട് ആണ് ആ പറഞ്ഞത്. ആ നമ്മുടെ ഏജ് അനുസരിച്ച് നമ്മുടെ പ്രീമിയം ഇൻക്രീസ് ആവുക തന്നെ ചെയ്യും എന്നുള്ള നമ്പറിൽ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് മാത്രം ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ്സും അതേപോലെ തന്നെ ഇൻഫോർമേഷൻസും നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.